ഉണ്ണിയമ്മേ കുമ്പടി വന്നു. എൻ ശ്രീകുമാറിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ ചർച്ച എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അദ്ദേഹത്തിന് ഈ നിരീക്ഷണ ബോധമൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആള് തന്നെയാ. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട സമയം കിട്ടുമ്പോ താങ്കൾ ഗോപി വക്കീൽ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. അത് ശിവഗിരി ഈ സംഭവം നടക്കുമ്പോ, ശിവഗിരിയിലെ പോലീസ് ആക്ഷൻ നടക്കുമ്പോ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് ഗോപി വക്കീൽ. ഈ ഗോപി വക്കീലിന്റെ ഒരു ആത്മകഥ ഉണ്ട്. ആ ആത്മകഥ ഞാൻ എന്റെ ജീവിതം എന്നാണ്. അതെ, ഞാൻ എന്റെ ജീവിതം എന്നതാണ് ആ ആത്മകഥയുടെ പേര്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അഡ്വക്കേറ്റ് കെ ഗോപിനാഥ് അന്ന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. 87 കായംകുളത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവ് അംഗമാണ്. ഇനി ശ്രീ അരുൺ പറഞ്ഞോളൂ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അദ്ദേഹം ഞാൻ എന്റെ ജീവിതം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എന്താണ് ശിവഗിരിയിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കോൺഗ്രസിന് വളരെ ഡാമേജിംഗ് ആണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഈ സംഭവത്തിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയെ കുറിച്ചിട്ടാണ് കോൺഗ്രസ് നടത്തിയ വളരെ ക്രൂരമായ പ്രവൃത്തി, ഭരണകൂടത്തിന്റെ വലിയ അതിക്രമത്തെ കുറിച്ചിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അതിന് മറുപടി പറയണമെങ്കിൽ ശ്രീ AK ആന്റണിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വേണം. അതെങ്ങനെയെങ്കിലും കേരളത്തിലെ ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും തലയിലും വെക്കണം. ഒരു മാറ്റവും ഇല്ലല്ലോ. അതുകൊണ്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കാത്ത ഒരു വിഷയത്തിൽ പത്രസമ്മേളനം നടത്തി എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം ഇപ്പൊ ചാനൽ ചർച്ചയിൽ വന്നിട്ട് പറയുന്നു മറ്റ് MLA മാരൊക്കെ പറഞ്ഞല്ലോന്നോ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു സാഹചര്യം. അതുകൊണ്ട് ശ്രീ N ശ്രീകുമാർ എല്ലാ ബഹുമാനത്തോടും പറയട്ടെ, താങ്കൾ ആ ആത്മകഥ എടുത്തൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഒറ്റ കാര്യം, കോൺഗ്രസിന്റെ പ്രതിനിധി ആവർത്തിക്കുകയാണ് ആ സംഭവം ഈ സംഭവം അരുൺകുമാർ ന്യായീകരിച്ചോ, അരുൺകുമാർ എതിർത്തോ? ഈ ഒറ്റ പോലീസ് അതിക്രമത്തെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പോലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന്റെ ക്രൂരത ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാണ് ഞങ്ങൾ. താങ്കൾക്കറിയോ, ഒരു വിദ്യാർത്ഥി സമരത്തിനെതിരെ ഏറ്റവും ആദ്യം തോക്ക് ഉപയോഗിച്ച ആരാന്നറിയോ? UDFന്റെ കാലത്ത് രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു പോലീസുകാരനാ. എന്നിട്ട് പിഞ്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരം നടത്തിയപ്പോ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചു. ഭാഗ്യം കൊണ്ട് ആ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടെ. ഏറ്റവും ആദ്യം ഉപയോഗിച്ച ആരാണോ താങ്കൾക്കറിയോ? ഒറ്റ കാര്യം താങ്കളുടെ സമയത്ത് പറഞ്ഞോ ഉണ്ടാകും. നിങ്ങളുടെ വില്ലേജ് സെക്രട്ടറി തല്ലിക്കൊന്നതിന്റെ ന്യായം പറയുന്നേ. എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. വെടിവെച്ച കഥ പറയാനില്ല. ഒച്ചപ്പാടുണ്ടാക്കും, ബഹളുണ്ടാക്കും. അവസാനത്തെ 10 മിനിറ്റ് ചരിത്രം മൊത്തം എടുക്കാന്നേ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ശ്രീ ജിൻഡോ അരുൺ പറയട്ടെ. ശ്രീ ജിൻഡോ ഒരു സെക്കൻഡ് അദ്ദേഹം പറയട്ടെ. പറഞ്ഞിട്ടില്ല. ശ്രീ ജിൻഡോ അദ്ദേഹം പറയട്ടെ. ശ്രീ അരുൺ പറഞ്ഞു. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇവന്മാരെ അങ്ങനെ വിടാൻ പറ്റില്ല. ഞാൻ നികുതി കൊടുക്കുന്ന ഒരു സാധാരണ പൗരന, എന്റെ നികുതി പണം കൊണ്ട് സാധാരണക്കാരെ വർദ്ധിക്കുന്ന ഒരു പോലീസ് 2025 ഉണ്ടാകാൻ പാടില്ല. 100% ഞാൻ യോജിക്കുന്നു. കേരളം എന്ന് പറയുമ്പോൾ ഒന്നാം നമ്പർ കേരളം അമേരിക്കയോട് വെല്ലുവിളിക്കുന്ന കേരളം എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ നികുതി പണം കൊണ്ട് സാധാരണക്കാരെ വർദ്ധിച്ചുകൊള്ളുന്ന ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. എന്തിനാണ് മിസ്റ്റർ നിയമസഭയിൽ 14 ദിവസം നേതാക്കന്മാരെ ഡിഫെൻഡ് ചെയ്ത് മറ്റുള്ളവർ പറയുന്നത് അനുവദിക്കാതെ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് മറുപടി പറയാൻ നിങ്ങൾ എന്താ വരാത്തത്?
ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ശരി ജിൻഡോ അദ്ദേഹം പറയട്ടെ. ജിൻഡോ അദ്ദേഹം പറയട്ടെ. ശരി ജിൻഡോ അദ്ദേഹം പറയട്ടെ. ജിൻഡോ ഒരു കോൺഗ്രസ് പ്രതിനിധി, കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാർ. അതുകൊണ്ട് ശ്രീ അരുൺ സംസാരിക്കട്ടെ. ജിൻഡോ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ വേണു ഏത് സഹയാത്രികനാണ്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വസ്തുത അതല്ല ഉദ്ദേശം, ഞാൻ വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോയ്ക്ക് ഖണ്ഡിക്കാം. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ജിൻഡോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാവിരുദ്ധത ഉണ്ടെങ്കിൽ ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ജിൻഡോയ്ക്ക് ഖണ്ഡിക്കാം. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ജിൻഡോയോ എൻ ശ്രീകുമാറോ മറുപടി പറയുമ്പോൾ ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെങ്കിൽ അങ്ങ് ഖണ്ഡിക്കും. മറ്റങ്ങ് പറയുന്ന ആക്ഷേപങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അരുൺകുമാർ, ശരി അരുൺകുമാർ, വില്ലേജ് സെക്രട്ടറിയെ മർദ്ദിച്ചു കൊന്ന വിഷയത്തെ കുറിച്ച് ഒന്ന് ചോദിക്കാം. ഒന്ന് വേണു ചോദിക്കുന്നത്. ഒരു മണിക്കൂറായില്ലേ ചർച്ച തുടങ്ങിയിട്ട്? ഇന്നലെ മുഴുവൻ അതാണ് ചോദിച്ചത് ജിൻഡോ. ഇന്നലെ മുഴുവൻ അതാണ് ചോദിച്ചത് ജിൻഡോ. ഇന്ന് വിഷയം ആന്റണിയാണ്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഇന്ന് വിഷയം ആന്റണിയാണ്. ഇന്നലെ ശ്രീ എൻ ശ്രീകുമാർ ഈ ചർച്ചയിലുണ്ടായിരുന്നു. അങ്ങേക്ക് ബോധ്യം വരണമെങ്കിൽ ശ്രീ ശ്രീകുമാറിനോട് ചോദിക്കൂ. ശ്രീ ശ്രീകുമാറിനോട് ചോദിക്കൂ ഇന്നലത്തെ ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന്. ഇന്നത്തെ വിഷയം ആന്റണിയാണ് ജിൻഡോ. ശരി ശ്രീ അരുൺകുമാർ. വേണു എന്നെ വിളിച്ചപ്പോ പറഞ്ഞത് പോലീസ് അട്രോസിറ്റിയെ കുറിച്ചും ചർച്ചയുണ്ടെന്നാ. ഞാൻ അങ്ങേ വിളിച്ചിട്ടില്ല. കൃത്യമായി പറഞ്ഞിരുന്നത് ഞാൻ അങ്ങേ വിളിച്ചിട്ടില്ല. കൃത്യമായി പറഞ്ഞിരുന്നത് എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം. അത് വിട് അരുൺ. ശരി അരുൺ, അങ്ങയുടെ പ്രതികരണത്തോടെ ചർച്ച വാർത്താ സമ്മേളനം മാത്രമല്ല സമകാലിക പോലീസ് വിഷയങ്ങൾ എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളെ കൃത്യമായി പറഞ്ഞത്. ഒരു സെക്കൻഡ് അരുണേ, ഇത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ആളോട് പറഞ്ഞത് ആന്റണിയുടെ വാർത്താ സമ്മേളനമാണെന്നാണ്. അതുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് ആളെ തരാം എന്ന്. അല്ലല്ല, അതുകൊണ്ടാണ് 5 മണിക്ക് ശേഷം ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് ആളെ തരാമെന്ന് നിങ്ങളുടെ കോർഡിനേറ്റർ പറഞ്ഞത്. അതിനുശേഷമാണ് ജിൻഡോയെ കിട്ടുന്നത്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.